ചെറുപ്പം മുതലേ വായ തുറന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണാൻ ഓക്കെയാണ്, പക്ഷെ നീ ചിരിച്ചു കഴിഞ്ഞാൽ പോയി എന്ന് പറയും. അത് അവർക്ക് ചിലപ്പോൾ ഒരു തമാശയായിരിക്കും, പക്ഷെ നമുക്ക് അതൊരു നല്ല വേദനിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. അത് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയെ വളർന്നു. അതിനുശേഷം ഞാൻ ചിരിക്കുന്നത് പല്ല് കാണിക്കാതായിരുന്നു, അതായത് വായ അടച്ചുള്ള ചിരിയായിരുന്നു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ തന്നെ വിചാരിച്ചു, എന്തിന് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിരിക്കണം, ഞാനെന്തിന് വേറെയുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചിരിനെ ഞാൻ അടക്കി പിടിച്ച് വെക്കണം എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ശരിക്കും ചിരിക്കാൻ തുടങ്ങി, പല്ല് കാണിച്ച് തന്നെ ചിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ആരെന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഇതാണ് ഞാൻ, എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നവർ മാത്രം എൻ്റെ കൂടെ മതി എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിരിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ എനിക്ക് ആരെയും പേടിക്കണ്ട, എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ചിരിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ, ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ കുറച്ച് നേരം ചിരിക്കാണ്ടോ സംസാരിക്കാണ്ടോ ഇരുന്ന് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ചോദിക്കും എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കും. കാരണം ഞാൻ എപ്പോഴും ചിരിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. സോ ആ ഒരു രീതിയിൽ ഞാൻ ചേഞ്ച് ചെയ്തെടുത്തു എന്നെ തന്നെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അതായത് നിങ്ങൾക്കുള്ളൊരു ഇൻസെക്യൂരിറ്റി അതിനെ പ്രൊജക്റ്റ് ചെയ്യാതെ, അത് ജസ്റ്റ് നിങ്ങളുടെ എല്ലാവരും ഫീച്ചേഴ്സിനെ പോലെ, അതായത് നിങ്ങളുടെ വേറൊരു നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പ്ലെയിൻ പേപ്പറിൽ ഒരുപാട് ഡോട്ടുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് കളറുള്ള ഡോട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമാണ് നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗുഡ് ഫീച്ചേഴ്സ്. സോ അതിന് ജസ്റ്റ് ഒരു ലെൻസ് പിടിച്ച് സൂം ചെയ്തെടുക്കാതെ അതിന് വേറൊരു രീതിയിൽ എല്ലാ ഡോട്ട്സും എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ അതിന് പ്രിഫറൻസ് കൊടുത്താൽ മതി. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റിനെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഫാക്ടറായിട്ട് മാറ്റാൻ പറ്റും.